മുഹറം മാസത്തിലെ പുണ്യവേളകളെ ധന്യമാക്കാനായി മെഹ്ദിൻ അക്കാദമി സംഘടിപ്പിക്കുന്ന മുഹറം ആത്മീയ സമ്മേളനം ജൂലൈ 17 നടക്കും. രാവിലെ 8 മുതൽ സ്വലാത്ത് നഗറിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക. ഹിജ്റ വർഷാരംഭം കൂടിയായ മുഹറം 1 മുതൽ മെഹ്ദിൻ ക്യാമ്പസിൽ നടന്നുവരുന്ന വിവിധ പരിപാടികളുടെ സമാപനം കൂടിയാണ് ഈ സംഗമം. മുഹറം സമ്മേളന ഭാഗമായി ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി വനിതകൾക്ക് ഹോം സയൻസ് ക്ലാസും പ്രാർത്ഥനാ മജ്ലിസും നടക്കും. ബുധനാഴ്ച രാവിലെ സമാപന സമ്മേളനത്തിന് തുടക്കമാകും. ഖുർആൻ പാരായണം, സ്വലാത്ത്, ഇഖ്ലാസ് പാരായണം, മുഹറം 10 പ്രത്യേക ദിക്റുകൾ, പ്രാർത്ഥനകൾ, സന്ദേശ പ്രഭാഷണം, സമൂഹ നോമ്പുതുറ എന്നീ ആത്മീയ ചടങ്ങുകളാണ് നടക്കുക. പ്രാർത്ഥനകൾക്കും മജ്ലിസുകൾക്കും സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫിഖി തങ്ങൾ, മെഹ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഉൽ ഖലീൽ അൽ ബുഖാരി എന്നിവർ നേതൃത്വം നൽകും. മുഹറം 1 തൊട്ട് 10 വരെ ഓരോ ദിനങ്ങളും പവിത്രമാണ്. പ്രത്യേകിച്ച് മുഹറം 9 ചൊവ്വ ബുധൻ ദിവസങ്ങൾ വർഷങ്ങളായി മെഹ്ദിൻ അക്കാദമി നടന്നു വരുന്ന ആശുവാർ മുഹറം സമ്മേളനം അടുത്ത ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിച്ച് നോമ്പുതുറയോടുകൂടെ സമാപിക്കുന്ന രീതിയാണ് ഉള്ളത്. വർഷങ്ങളായി രാഷ്ട്രപതിന് അകത്തും പുറത്തുമായി സംവിധാനിക്കുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി 10,000-കണക്കിന് ആളുകൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു വരുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ 50 ലക്ഷം ആളുകൾക്കുള്ള സൗകര്യം, 50,000 ആളുകൾക്കുള്ള സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് ഫാറൂഖ് ജമലുല്ലൈലി, ദുൽഫുഖർ അലി സഖാഫി, ഖാലിദ് സഖാഫി സ്വലാത്ത് നഗർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.